ഈ റഹ്മാൻ ഇൻഫ്ലുവൻസ് ശരിക്കും എപ്പോഴാണ് തുടങ്ങുന്നത്? നമ്മളിപ്പോൾ അതിനു മുമ്പ് വരെ ഇപ്പോൾ ഇളയരാജയുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നു. തമിഴ് എന്ന് പറഞ്ഞാൽ ഇളയരാജയാണ് പ്രധാനമായിട്ട്. പിന്നെ കുറച്ച് ദേവയുണ്ട്, അല്ലെങ്കിൽ അവിടെ കാർത്തിക് രാജയുണ്ട്. അവരൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കംപ്ലീറ്റ്ലി വേറെ കൈൻഡ് ഓഫ് സൗണ്ടിങ് പ്ലഗിനൊക്കെ ഉപയോഗിച്ചിട്ട് മൈക്കിൾ ജാക്സന് ഇന്ത്യയിലുണ്ടായ എന്തോ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പോലത്തെ ഒരാളെ പോലെ നമുക്ക് മുക്കാലയും ഒക്കെ കേൾക്കുമ്പോൾ ഫസ്റ്റ് തോന്നുന്നത്. ഇപ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്ത് റഹ്മാൻ തുടങ്ങുന്ന സമയത്ത് വിപിൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ബ്രോ പറഞ്ഞ കറക്റ്റാണ്. കാരണം നമ്മൾ റോജ എന്ന് പറഞ്ഞ ഇത് സൗണ്ടിങ് കേൾക്കുമ്പോൾ പുതുവെള്ളയും വഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകില്ലേ, അങ്ങനെ സാധനം ആദ്യമായിട്ട് കേൾക്കണത് ഞാനും എനിക്കൊന്നും എല്ലാവരും. അപ്പൊ പുള്ളിയുടെ വരവ് 1.5 വരവ് നമ്മുടെ യോധയിലും ആ ഒരു തീം മ്യൂസിക് ഇല്ല, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മള് അങ്ങനെ പിന്നെ കൂടുതൽ പുള്ളിയുടെ പാട്ടിനായിട്ട് വെയിറ്റിംഗ് ആയി. പുള്ളിയുടെ ഓരോ തോമ്പള്ളി ഒരു കടയുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കൊച്ചിയിലെ മിക്ക ആൾക്കാരും അവിടേക്കും പണ്ട് കാസറ്റ് അവിടെ ഒരു ചേട്ടാ ഇതിൽ ഈ സൈഡിൽ റോജ മാത്രം മതി, ഈ സൈഡിൽ കാതലൻ, പൈസ പുതിയത് മേടിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അപ്പൻ്റെ നിന്നൊക്കെ പൈസ തന്നിട്ട് അത് ആ ഒരു കാലഘട്ടം ഭയങ്കരമാണ്. കഷ്ടകാലത്തിന് കാസറ്റ് ചുറ്റിപ്പിടിച്ച പരിപാടി തീർന്നു. പിന്നെ പൈസ കിട്ടിയാലേ വേറെ പുതിയ കാസറ്റ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു വിലയില്ല. എപ്പോൾ വേണമെങ്കിലും ഈ പാട്ടല്ലേ. മറ്റേത് അങ്ങനെയല്ല, പോയി ചോദിക്കും ചേട്ടാ ഒരു 2-3 കിലോമീറ്റർ തോമ്പള്ളി ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കടയുണ്ട്, അവിടെ അത് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് ചോദിക്കും ചേട്ടാ ഇന്ന് വന്നാൽ ഇതിലൂടെ നാളെ വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടൊരു കാലമുണ്ട്. ഈ ശരിക്കും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യണ പോലെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നല്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ ബിനീഷ് ബാസ്റ്റ് ഇല്ലേ, അവന്റെ വീട്ടിലാണ് ഒരു വലിയൊരു സെറ്റ് ഉള്ളത്. അപ്പൊ ഞങ്ങള് കാതലിനൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഇത് കേൾക്കണത്. കാതൽ മുക്കാല ഫസ്റ്റ് ഊർവശി അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ മുക്കാലാണ്. അപ്പൊ അങ്ങനെ കേട്ടൊരു കാലമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഗുപ്തിലെ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ കാലമൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് എല്ലാം മൊബൈലിൽ എടുത്തിട്ട് ഇന്ന പാട്ട് പറയുമ്പോൾ സെക്കൻഡിനുള്ളിൽ അത് വന്ന്. പക്ഷെ അത് ഒരു വേറെ വൈബായിരുന്നു. അങ്ങനെയാണ് എനിക്ക് റഹ്മാൻ സാറിൻ്റെ ബോംബെ വന്നപ്പോഴാണ് ഞാൻ പുള്ളിയുടെ ഫുൾ ഫാൻ. കാരണം ഞാൻ അന്ന് ട്രൂപ്പിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ SPB സാറിൻ്റെ പാട്ടാണ്. അപ്പോൾ ഹമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു വേറൊരു ജോണറല്ലോ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ അപ്പച്ചൻ്റെ കൂട്ടൻ ട്രൂപ്പുണ്ട്, എടാ ഈ പാട്ട് പാടാൻ പറ്റി ആരെങ്കിലും ഉണ്ട്? അപ്പോൾ അതിൽ ഡ്രംസ് വായിക്കുന്ന പുള്ളി എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഇത് നമ്മുടെ ആ തുമ്പിച്ചേരൻ്റെ മോൻ ചിലപ്പോൾ ഈ പാട്ട് പാടി നന്നായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഹമ്മ അത് പാടി. എന്നാൽ പിന്നെ ഈ ഒരു പാട്ട് നീ തന്നെ പരിപാടിക്ക് ഒരു പാട്ടാണെന്ന് ആ ഒരു പാട്ടിന് വേണ്ടിയാണ് ഞാൻ കുറച്ചാൾ ആ പാട്ട് പാടിക്കുക. അത് തന്നെ അങ്ങനെ പിന്നെ റഹ്മാൻ സാറിൻ്റെ വന്ദേ മാതരം അങ്ങനെ അത് പാടി. അങ്ങനെ മാമ തുജേ സലാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. അതിങ്ങനെ അത് ആ ടൈമിൽ ഫുൾ ഇത്രയും അപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ റഹ്മാൻ സാർ ഇങ്ങനെ പാടണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അത് എവിടെ ചെന്നാലും ആ പാട്ടൊക്കെ പഠിക്കും. പിന്നെ ആ സമയത്ത് റിക്കി മാർട്ടിൻ്റെ അപ്പൊ എത്ര മുടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും എന്നോട് ഈ നമ്മുടെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ അന്ന് വന്നിട്ട് മറ്റേ ഗോൾ പാടി ഞങ്ങൾ ഒരിക്കലും മറക്കൂലട്ടാ, അത് ആ പാട്ടാണ് അന്ന് താങ്കൾ പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് ഈ റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സിംഗേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇപ്പോൾ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. പിന്നെ ഇപ്പം അതാണല്ലോ എല്ലാവരും ഇപ്പോൾ ഒരു ഷോയ്ക്ക് ബുക്ക് ചെയ്യണ തന്നെ അതന്നെ സ്റ്റഡി നോക്കും. കുഴപ്പമില്ല വീഡിയോസ്. അത് ഇതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ പലപ്പോഴും പണ്ട് ഗാനമേളയിൽ പാടിയിരുന്ന പല പ്രമുഖരായിട്ടുള്ള സിംഗേഴ്സും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പുഷ് എടുത്താൽ മാത്രമേ കുറച്ച് നമ്മുടെ റെലവൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ ശരിക്കും? ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒക്കെ നോക്കിയിട്ട് ആളുകൾ എടുക്കുന്നു, അങ്ങനത്തെ ഒരു രീതി ഉണ്ടോ? ഒരു പരിധിവരെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ന്യൂ ട്രെൻഡിൽ ഉള്ള സിംഗേഴ്സിന് അത് അത്യാവശ്യമാണ്. പിന്നെ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ അതിൽ താല്പര്യം ഉണ്ടാവില്ല അവര്. പക്ഷെ നമ്മൾ പിടിച്ചിരിക്കണമെങ്കിൽ ഇതിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവണം. ഈ കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ ടൈമിൽ ബ്രോ എല്ലാവരും കോമ്പറ്റീഷൻ മൈൻഡാണ്. അപ്പോൾ നമ്മളും
അതുപോലെ ആ വഴിയിൽ പോയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകും. ഈ ഹിന്ദുസ്ഥാനി ഏരിയയിലും അതുപോലെ തന്നെ ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനും നല്ല കഴിവുണ്ടല്ലോ. പക്ഷെ അപ്പുറത്തെ സൈഡും കൂടി, അതായത് ഇപ്പോൾ ഒരു നദിയെ കാതെ നദിയൊക്കെ പാടാൻ ഇപ്പോൾ വിപിനിൽ നിന്ന് അത് ആളുകൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല. അപ്പോൾ എല്ലാ റേഞ്ചിലും പാടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് ആളുകൾ പറയുക, അങ്ങനെ എന്തെങ്കിലും അതൊരു കുറവായിട്ട് പറയാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ നമ്മൾ അടിച്ചുപൊളി പാടുമെങ്കിലും അതിൻ്റെ ഇടക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ അടിച്ചു പൊളിച്ചിട്ടിരിക്കുമ്പോൾ ഹോ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी, वो अमन वो चमन का नजारा, ओ खुदाया लौटा दे कश्मीर दोबारा, मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर, ओ मेरा कश्मीर. അങ്ങനെ ഇടയ്ക്ക് ഒരു സാധനം കൊടുക്കും. അപ്പൊ ആൾക്കാർ ഇയാൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കുമരകത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ ഇങ്ങനെ സോൾജേഴ്സിന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 2 പേര് ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എനിക്കും ഭയങ്കര ഫീലായി പോയി. അപ്പോൾ അതിൻ്റെ അടുത്ത് അവർ ആ പാട്ട് അവരുടെ മനസ്സിലേക്ക് കയറി എന്നുള്ള സീനാണ്. നമ്മൾ അടിപൊളിയാണ് പാടുന്നത്. ഞാൻ വീട്ടിൽ കേൾക്കണൊക്കെ ദാസേട്ടിൻ്റെയും റവി സാബിൻ്റെയും SPB സാറിൻ്റെ രാജ് സാറിൻ്റെ ഒക്കെ പാട്ടുകളാണ് കൂടുതലും കേൾക്കണത്. പക്ഷെ നമ്മൾ സ്റ്റേജിൽ നമ്മൾ അത് വേറെ ആൾക്കാരുണ്ടാവും, എങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇത് തിരികെ കയറ്റും. ഈ പക്ഷെ വിപിൻ സ്റ്റേജിൽ അടിച്ചുപൊളി പാടിക്കൊണ്ടിരുന്ന സമയത്ത് അത്ര അടിച്ചുപൊളി പാട്ടുകൾ മലയാളത്തിലില്ല. അതുപോലെ മലയാളത്തിൽ അടിച്ചുപൊളി പാട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പാടുന്നു വന്നില്ലെങ്കിൽ MG ശ്രീകുമാർ, സുജാത കോംബോ മാത്രമാണ് അടിച്ചുപൊളി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൂ. അപ്പം നല്ലൊരു പാട്ട് കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞപ്പോൾ ഒരു തമിഴിലോ ഹിന്ദിയിലോ പാട്ട് വരണമായിരുന്നു പെർഫോം ചെയ്യാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് നമ്മളെ അതിനു വേണ്ടിയല്ലേ വിളിക്കണത്. ഇപ്പൊ കൂടുതലും പാടിക്കൊണ്ടിരിക്കണത് വെൽവെട്ട വെൽവെട്ട ബല 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 ആ പാട്ട്, പിന്നെ അഴകിലയിൽ അന്ന് സ്റ്റാർട്ടിങ്, അങ്ങനെ ഒരു കുറച്ച് പാട്ടുകൾ. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ പിന്നെ ഡാലർ മഹേന്ദ്ര സോങ്സ്, ഒന്നെങ്കിൽ തമിഴ് അല്ലെ ഹിന്ദി. ചിലപ്പോ ഒരു ദിവസം ഞാൻ തമിഴ് സിംഗർ ആയിരുന്നു ശരിക്കും. ചിലപ്പോ ഒരു ദിവസം ഹിന്ദി പാട്ടുകാരൻ വന്നില്ലെങ്കിൽ ഇവിടെ തമിഴ് വേറെ ആൾ നമ്മൾ ഹിന്ദി പാടും. അങ്ങനെ അങ്ങനെ മാറി മാറി. പിന്നെ മലയാളം പാടാൻ ഒരാളുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലടാ. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഏത് വോയിസ് ആണെങ്കിലും ഇപ്പൊ ആൾക്കാർ എടുത്തോളും.